കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടുന്നില്ല എന്ന ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരിക്കുന്നു. ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. രേഷ്മ ബാബു തുടരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളോട് പ്രതികരിച്ച ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ അടക്കം പറയുന്നത് മാതാപിതാക്കൾ അവരെ കൂടി കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുന്നു. ഏകപക്ഷീയമായ സർക്കാരിന്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആളില്ല എന്നൊരു ധാർഷ്ട്യമാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഭാവിയെ നാശത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരാലോചനയും കൂടാതെ എടുത്തൊരു തീരുമാനമാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് നയിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേവിധ അങ്ങനെയാണ്. കാരണം ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുൻപ് അധികം സമയമെടുക്കാതെ തന്നെ സംസ്ഥാന സർക്കാർ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. സിംഗിൾ ബെഞ്ചിന് മുന്നിൽ അത് വന്ന സമയത്ത് അത് നിയമവിരുദ്ധമാണെന്ന് വിദ്യാർത്ഥികൾക്കടക്കം ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. അതായത് ഈ അസമത്വവും അതോടൊപ്പം തന്നെ ഈ മാർക്കുകൾ തമ്മിലുള്ള അന്തരം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു മാർക്ക് ചെയ്യുന്ന ഫോർമുല അത് കൊണ്ടുവന്നത്. പക്ഷെ അത് നടപ്പാക്കാനായിട്ട് വൈകി എന്നുള്ളതാണ് സർക്കാരിന് വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ നിലകൊള്ളുന്നത്. പ്രധാനമായിട്ടും ഈ മാർക്ക് ചെയ്യുന്ന ഫോർമുല കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള ഒരു ചർച്ച വേണം. ഇവിടെ ചർച്ചയും ഉണ്ടായില്ല. ജൂൺ 30 മന്ത്രിസഭ ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനായിട്ട് തീരുമാനം കൈക്കൊള്ളുന്നു. ജൂലൈ 1 ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി ഉത്തരവിറങ്ങുകയും ചെയ്യുന്നു. കൂടുതൽ സമയം ഒന്നും ഇക്കാര്യത്തിൽ എടുത്തതുമില്ല. അത് തന്നെയാണ് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ഈ CBSE വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതും. ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുന്ന ഘട്ടം അതൊരു വിജ്ഞാപനത്തിന്റെ സമയത്തായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ കേരള യൂണിവേഴ്സിറ്റി പ്രതിനിധി പ്രൊഫസർ AG ജോർജ് കൂടി ചേരുകയാണ്. താങ്കൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കീമിൽ സ്റ്റേ ഇല്ല എന്ന ഹൈക്കോടതി വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്നതിനോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം അവരുടെ ഭാവി എന്താണ്, പ്രവേശന നടപടിയിലടക്കം അനിശ്ചിതത്വം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ ഭാവി എന്താകുമെന്നൊരു ചോദ്യമാണല്ലോ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ശരി, രേഷ്മയിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. രേഷ്മ, നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ, കാരണം എന്തുകൊണ്ടാണ് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് കൊണ്ട് ഈ കേരള സിലബസിലുള്ള കുട്ടികളെ, അല്ലെങ്കിൽ അവർ പിന്നിലോട്ട് പോകുന്നത് തടയാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് ഇത്തരത്തിലൊരു സർക്കാർ ഒരു നീക്കം നടത്തിയത്. പക്ഷേ അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പറ്റം കുട്ടികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്നൊരു വിധിയായി ഇന്ന് ഹൈക്കോടതി വിധി മാറുന്നൊരു സാഹചര്യമുണ്ട്. ഈ പ്രോസ്പെക്ടസിലാണെങ്കിലും വെയിറ്റേജിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണെങ്കിലും മാറ്റം വരുത്തുന്ന ഘട്ടത്തിൽ അതിനൊരു കൃത്യമായിട്ടുള്ള സമയക്രമമുണ്ട്. ആ സമയക്രമം എടുത്തു തന്നെ വേണം ഇത്തരത്തിലുള്ള പരിഷ്കരണം നടപ്പിലാക്കാനായിട്ട്. ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുന്നേ അത് തന്നെയാണ് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത്. മറ്റൊന്ന്, ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയ ഘട്ടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പിന്നോട്ട് പോയി എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പരിഗണിച്ചത്. കാരണം ഈ നേരത്തെ വിജ്ഞാപനം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമയം എടുത്തുകൊണ്ട് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുകയും മാർക്ക് ചെയ്യുകയുള്ള ഫോർമുല ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഈ വെയിറ്റേജ് അടിസ്ഥാനം അല്ലെങ്കിൽ അനുപാതം മാറ്റുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ സർക്കാർ ചെയ്തത് ഈ കമ്മീഷൻ, അതായത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മാർക്ക് ചെയ്യുന്ന ഫോർമുല നടപ്പിലാക്കി. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഈ CBSE വിദ്യാർത്ഥികളുടെ സ്കൂൾ മാനേജ്മെന്റുകളുമായിട്ടോ അതുമായി ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. ഇത് ഹൈക്കോടതിയിൽ വന്ന ഈ ഒരു ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ പിന്നോട്ട് പോയി. അവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചില്ല. അവർ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ വന്ന സമയത്ത് ഇത്രയധികം നാളുകളായിട്ട് ശുപാർശ ചെയ്ത ഒരു വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത കാര്യം നടപ്പിലാക്കുന്നത് ഈ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അതെങ്ങനെയാണ് നിയമാനുസൃതമാകുന്നത് എന്നുള്ള ചോദ്യമാണ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നും സർക്കാർ നേരിടേണ്ടി വന്നത്. അത് ഡിവിഷൻ ബെഞ്ചിൽ വന്നപ്പോഴും സർക്കാർ പറഞ്ഞത് ഇത്രയും. രേഷ്മ, ഞാൻ ഇടപെടുകയാണ്.